നമസ്കാരം. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റായി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് 0.27% ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയതെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഉയർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അതേസമയം US വെനസ്വേല കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വോളറ്റിലിറ്റി കോമോഡിറ്റി മാർക്കറ്റിൽ പ്രകടവുമാണ്. ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ നെഗറ്റീവ് സൈഡിലാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.4%, മറ്റുള്ള ഇൻഡെക്സുകൾ അതായത് MSI ഏഷ്യ പസഫിക് പോലുള്ള ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ടാറ്റ മോട്ടോർ, ലോധ ഡെവലപ്പർ, ജുബിലന്റ് ഫുഡ് വർക്ക്, ടൈറ്റാൻ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജ്വല്ലറി സെക്ടറിൽ നിന്നും ടൈറ്റാൻ, സെൻകോ തുടങ്ങിയ സ്റ്റോക്കുകളെയും ഇന്ന് ശ്രദ്ധിക്കാം. ടൈറ്റാൻ്റെ ഡൊമസ്റ്റിക് സെയിൽസ് 38% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ഡൊമസ്റ്റിക് ജ്വല്ലറി സെയിൽസ് 41% വർദ്ധിക്കുകയും ചെയ്തു. ഇൻ്റർനാഷണൽ സെയിൽസ് 79% വർദ്ധിച്ചു. ടൈറ്റാൻ പുതിയ 54 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 3399 ഉയർത്തിയിട്ടുണ്ട്. ജ്വല്ലറി സെക്ടറിലെ തന്നെ സെൻകോ ഗോൾഡിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 51%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 6.5% വർദ്ധിച്ചു. കമ്പനി പുതിയ 4 ഫ്രാഞ്ചൈസി ഷോറൂമുകൾ ക്വാർട്ടർ 3ൽ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 196 ഉയർത്തിയിട്ടുമുണ്ട്. കൂടാതെ ജുബിലന്റ് ഫുഡ് വർക്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 13.4% വർദ്ധിച്ച് 2429 കോടിയായി മാറി. സ്റ്റാൻഡ് ലോൺ റവന്യൂ 11.8% വർദ്ധിച്ചു. ഡൊമിനോസ് ഇന്ത്യ 5% വളർച്ച ഇന്ത്യയിൽ കൈവരിക്കുകയും ചെയ്തു. 114 പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തു. ലോധ ഡെവലപ്പേഴ്സിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. പ്രീ സെയിൽസ് 25% വർദ്ധിച്ച് 5620 കോടിയിലേക്ക് എത്തിയെങ്കിലും കളക്ഷൻ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. കളക്ഷൻ 17% ഇടിഞ്ഞ് 3560 കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ആണ്. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ലോൺ ഡിസ്ബഴ്സ്മെൻറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 9% വർദ്ധിച്ച് 5805 കോടിയായി മാറി. കൂടാതെ ബോറോവർ അഡിഷൻ 2.1 ലക്ഷമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. സൺഷുവർ സോളാർ പാർക്കിൻ്റെ 20,580 ഷെയറുകൾ ഭാരത് ഫോർജ് 1240 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ M&M എന്ന ഓട്ടോമൊബൈൽ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. XUV 3XO EV ലോഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് M&Mനെ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ IRB ഇൻഫ്രാ ട്രസ്റ്റിന് 74.5 കിലോമീറ്ററുള്ള ഒരു ഹൈവേ പ്രോജക്റ്റ് ലഭിച്ചതുകൊണ്ട് IRB ഇൻഫ്രാ ട്രസ്റ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. AB ഇൻഫ്രാ ബിൽഡ് എന്ന കമ്പനിക്ക് റെയിൽവേയിൽ നിന്നും 51 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് AB ഇൻഫ്രാ ബിൽഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. JD കേബിൾസിന് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക്സുമായി ബന്ധപ്പെട്ട് 244 കോടി രൂപയുടെ കേബിൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ACME സോളാർ എന്ന കമ്പനി 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള 12 മെഗാവാട്ട് പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തതുകൊണ്ട് ACME സോളാർ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.